പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടാനുകൂടി നന്ദി പറയുകയാണ് ഞങ്ങൾ. എൻ്റെ പേര് മെർലി. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അമരാവതി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് ഇടവകയിൽ നിന്ന് വരികയാണ്. എൻ്റെ ഭർത്താവ് ബെൻസിഗർ, എൻ്റെ 3 മക്കൾ. ഞങ്ങൾക്കുണ്ടായ ഒരു വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് അമ്മയുടെ സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ ഹസ്ബൻഡിനെ ജോലി നഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സൗദി അറേബ്യയിൽ സൗദിവൽക്കരണമാണ്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് പുള്ളി ലീവിന് നാട്ടിൽ വന്നിരുന്ന് ആ സമയത്ത് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ടെർമിനേഷൻ ലെറ്ററാണ്. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് 10-30 ലക്ഷം രൂപ കടത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു സമയത്ത് ആ ലെറ്റർ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരു സമയമായിപ്പോയി. അത് എല്ലാവരും ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദനയായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ 1 വർഷത്തോളം ഞങ്ങൾ ജോലിയില്ലാതെ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എല്ലാവരും പറയുന്ന ആ ഒരു വിഷമം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ അത് ബോധ്യമായി. അതോടൊപ്പം ജനുവരിയിലും ജോലി നഷ്ടപ്പെട്ട്, പക്ഷേ ഞങ്ങൾ മാർച്ചിൽ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഉടമ്പടി എടുത്ത് ഞങ്ങൾ നിത്യവും എല്ലാ ചൊവ്വാഴ്ചയും ഓൺലൈനിൽ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥന ആരാധന ഞങ്ങൾ കേൾക്കും. നമുക്ക് ഏറ്റവും ഇത് തോന്നുന്നത്, നമ്മൾ മനസ്സിൽ വളരെ ബുദ്ധിമുട്ടി വിഷമിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് അന്നത്തെ വചനം അച്ഛൻ പറയുന്നത് അതിനെക്കുറിച്ചായിരിക്കും. എപ്പോഴും എനിക്കുള്ള ഒരു അനുഭവമാണ്. കൂടാതെ എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേറ്റ് 5 മണിക്കത്തുള്ള 5:30 പ്രതീക്ഷയുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി തിരിച്ച് ഞാൻ അടുക്കളയിൽ ചെന്ന് എൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഏതെങ്കിലും സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ്റെ വചനം തന്നെ പിന്നെയും ഞാൻ കേൾക്കും. എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിൽ അത്രയും വിഷമിച്ച് എന്ത് കാര്യമായിക്കോട്ടെ, എന്തിനെക്കുറിച്ചായിക്കോട്ടെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അന്നത്തെ സാക്ഷ്യം ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അന്ന് അച്ഛൻ പറയുന്ന വചനം അതിനെക്കുറിച്ചായിരിക്കും. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ അങ്ങയുടെ സന്നിധാനത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെ എൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ ബുധനാഴ്ചകളിൽ നൊയമ്പെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ 2ാമത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. പല സ്ഥലത്തും ഞങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഇവിടെ വരണം, ഞങ്ങൾക്ക് ഇതേപോലെ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കണം, കൂടാതെ അച്ഛനെ കാണാൻ പറ്റണം എന്നൊക്കെ ഭയങ്കരമായിട്ട് അവിടെ മുതൽ ഇവിടം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരികയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പം ഞാൻ നോക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ സന്നിധാനത്തിലാണ് ഞാൻ. എനിക്ക് അച്ഛൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ എനിക്ക്. ഞാനിവിടെ വന്ന് അപ്പം അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഒരു ചേച്ചിയോട് പറഞ്ഞ് 2ാമത്തെ ഉടമ്പടിയല്ലേ ആയിട്ടുള്ളൂ, അപ്പം മിക്കവാറും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി വിഷമമായി. എന്നാലും ഞാൻ വിശ്വാസത്തോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് കാണാൻ പറ്റണം, അച്ഛൻ്റെ അടുത്തൊന്ന് എനിക്ക് ചെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഞാനും ഹസ്ബൻഡും കൂടി വന്ന് അച്ഛൻ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. എന്നിട്ട് അച്ഛനോട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലാൻ പോയിട്ട് ഞാൻ കരയുമായിരുന്നു. എനിക്കൊന്നും ചൊല്ലാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ച് കുരിശ് രൂപത്തിൻ്റെ കാൽക്കൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് അച്ഛനൊരു കാശ് രൂപം കൊടുത്തു. എൻ്റെ കവളത്ത് തട്ടി. എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റിയിട്ടില്ല, ഞാൻ കരയായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി. പക്ഷെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ അദ്ദേഹത്തെ തൊട്ടൊന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്, മതി, അമ്മയുടെ കാൽ കീഴിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ വെക്കുകയാണെന്ന് പറഞ്ഞു പോയി. ഇതെല്ലാം കഴിഞ്ഞ് നിത്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി ചൊവ്വാഴ്ച ഞാൻ സ്കൂളിലാണ്, ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാൻ സ്കൂളിലാണ്. അപ്പം ഞങ്ങൾ ധ്യാനം കൂടുന്ന സമയമായിരുന്നു. ഞാനല്ല, അമ്മ. സത്യത്തിൽ ഈ കൃപാസനത്തിന് ഞാൻ വിശ്വാസിയാണ്, പക്ഷേ ഒരുപാട് വിശ്വാസിയൊന്നുമല്ല. ഞാൻ ഈ മാതാവിനെക്കുറിച്ച്, കൃപാസന അമ്മയെക്കുറിച്ച് അറിയുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മ ആദ്യകാലം മുതൽ ഇവിടെ വരുമായിരുന്നു. എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ യോജിക്കത്തില്ലായിരുന്നു. അമ്മ വരുന്നത് എപ്പോഴും ഒന്നല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ ഞായറാഴ്ച, ഈ 2 ദിവസമായിരിക്കും എനിക്ക് അവധിയുള്ള ദിവസം. അപ്പം ഞാൻ ഓർക്കും എനിക്ക് കൂടുതൽ ജോലിയുള്ള ദിവസമായിരിക്കും അമ്മ പോകുന്നത്. പക്ഷെ തിരിച്ച് എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ച അമ്മ, അതാണ് എൻ്റെ അനുഭവം.
അപ്പോൾ അമ്മ അന്നത്തെ ദിവസം ഡിസംബർ 14-ാം തീയതി ജോസഫ് അച്ഛനല്ല വേറൊരു അച്ഛൻ്റെ ധ്യാനം നടക്കണമായിരുന്നു. ഞാൻ സ്കൂളിലായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിലിരുന്ന് ധ്യാനം കൂടിയപ്പോൾ അമ്മ പ്രാർത്ഥിച്ച്, അമ്മ മാതാവേ, ഞാൻ ആദ്യം മുതൽ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ മകളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, സാധിച്ചു കൊടുക്കണോട്ടാന്ന് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞു. ഞാൻ പക്ഷേ സ്കൂളിലിരിക്കുകയായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ഇത്തിരി നേരം എനിക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒരു ഇന്ന് ചൊവ്വാഴ്ചയുള്ള ആരാധന കൂടണമല്ലോ. ഞാൻ ഉടനെ മൊബൈൽ വെച്ച് ആരാധനയുടെ സമയമായിരുന്നു. ഞാൻ ആരാധന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് കോള് വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കണേ. കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ ബ്രദർ വിളിച്ച്, എന്നിട്ട് ഞാൻ കൂടിയില്ല, ഞാൻ എടുത്തില്ല, ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വോയിസ് മെസ്സേജ് കിട്ടും. അപ്പോൾ ആരാധന എല്ലാം കഴിഞ്ഞ് ഞാൻ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് റിലാക്സ് ചെയ്ത സമയത്താണ് അപ്പോൾ എനിക്ക് ഇത് വന്നത്. അപ്പോഴും ഞാൻ ആരാധന സമയത്ത് പ്രാർത്ഥിക്കും, അതായത് എനിക്കൊരു അനുഭവം തരണേ, ഞാൻ വന്ന് സാക്ഷ്യം പറയാം, എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പുള്ളിക്കാരൻ ഒരു ഖത്തറിൽ നിന്ന് നല്ലൊരു കമ്പനിയിൽ നിന്ന് തന്നെ ഓഫർ ലഭിച്ചു. ഈ കഴിഞ്ഞ ദിവസം അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചത്, മറ്റൊരു പ്രാർത്ഥന ഞങ്ങൾ വെച്ചു. ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 25-ന് മുന്നേ ഉണ്ണീശോയുടെ പിറവിക്ക് ഞങ്ങളുടെ കുടുംബത്തിലൊരു സന്തോഷം തരണേ അമ്മ മാതാവേ. അമ്മ തിരുക്കുമാരൻ കയ്യിൽ സ്വീകരിച്ചപ്പോൾ അമ്മ എത്രത്തോളം സന്തോഷിച്ച്, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലും സന്തോഷം തരണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഡിസംബർ 14-ാം തീയതി ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഓഫർ കൺഫർമേഷൻ വന്നു. പക്ഷേ ഓഫർ ലെറ്റർ കിട്ടിയത് ഡിസംബർ 28-ാം തീയതി പുള്ളിക്കാരൻ ഓഫർ ലെറ്റർ കിട്ടി. പിന്നെയും വലിയൊരു കടമ്പ മെഡിക്കലായിരുന്നു. പുള്ളിക്ക് ഹിയറിംഗ് പ്രോബ്ലം കുറച്ചുള്ളതാണ്. അപ്പോൾ നമുക്കും ഇതുവരെയുള്ള കമ്പനിക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. ഒരു കമ്പനിയിൽ വെച്ച് നടന്നൊരു ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ടാണ് അത് അങ്ങനെ ഒരു അനുഭവം ഉള്ളത്. അപ്പോൾ മെഡിക്കൽ കഴിഞ്ഞ് കിട്ടണം. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന, ഇത്രയും പ്രാർത്ഥിച്ച് അമ്മ സാധിച്ചു തന്നില്ലേ, ഒരു വിശ്വാസമാണ് നമുക്ക്. പറഞ്ഞാൽ അമ്മയുടെ കാൽക്കീഴിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്, അമ്മ സാധിച്ച് തന്നേ മതിയാകൂ. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. 2 മെഡിക്കലുണ്ടായിരുന്നു പുള്ളിക്കാരന്, 2 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലാണ്ട് ഈ മെഡിക്കലെല്ലാം ഫിറ്റാക്കി ഞങ്ങൾക്ക് തന്നു. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മൂത്ത മോള് ഇപ്പോൾ CBSEക്ക് ടേം 1 ടേം 2 ബോർഡ് എക്സാമാണ്. അപ്പോൾ ടേം 1-ൻ്റെ എക്സാമിൻ്റെ സമയത്ത് വൈറൽ ഫീവർ വന്നു. ഭയങ്കര സിവിയറായിട്ടൊരു ഫീവറായിരുന്നത്. അപ്പോൾ നമുക്കൊരു കോവിഡ് ആണോ എന്നൊരു സംശയം കൂടിയേ ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചിന് തീരെ വയ്യ, കൊച്ച് കിടപ്പോടെ കിടപ്പാണ്, കൊച്ചിനെ എഴുന്നേറ്റിരുന്ന് വായിക്കാനും പറ്റില്ല, ഭയങ്കര ത്രോട്ട് പെയിൻ. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ വായിച്ചതാ, ഞാൻ കേട്ടുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇയാളുടെ കിടപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കൊച്ചൊന്ന് സ്കൂളിൽ എത്തിച്ച് തന്നാൽ മതി, എനിക്ക് അവിടെ ഒന്നൊന്ന് ഇരുന്ന് കിട്ടിയാൽ മതി, എനിക്ക് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല, പുള്ളിക്കാരി കിടപ്പോടെ കിടപ്പായിരുന്നു. അങ്ങനെ ഞാൻ ആവി പിടിക്കാൻ പറഞ്ഞു. ആവി പിടിക്കണതിൻ്റെ ഒപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ ഉപ്പിട്ട് ആവി പിടിപ്പിച്ച്. കൂടാതെ അന്ന് രാവിലെ എക്സാമിന് അന്ന് രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് എന്നിട്ട് മാറിക്കടന്നിട്ട് പറഞ്ഞു, എനിക്ക് പറ്റണില്ല കേട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് പേടിയായി. നമ്മൾ കുഴപ്പമുണ്ടാവില്ല മോനെ, അമ്മയുടെ കാശ് രൂപം കൊന്ത ഇട്ടിട്ടുണ്ട്, കൊന്തയിൽ ഞങ്ങൾ കാശ് രൂപം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നീ അതിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ. ഞാൻ തൈലവും തേച്ച് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി. പുള്ളിക്കാരി അവിടെ പോയി ഇരുന്ന് അവളെ നന്നായിട്ട് മറ്റെല്ലാ എക്സാമും നല്ല രീതിയിൽ തന്നെ കൊച്ച് എഴുതി പോന്നു. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2004 PG MCOM പാസ്സായതാണ്. പക്ഷേ അന്ന് പാസ്സായി പോന്നപ്പോൾ എനിക്കൊരു 0.5% കുറവായിരുന്നു BEdന് അഡ്മിഷൻ കിട്ടാൻ MG യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ ഞാൻ അത് തൊട്ട് പുറകെ എനിക്ക് MCOMൻ്റെ റിസൾട്ട് വരണേക്ക് മുന്നേ തന്നെ എനിക്കൊരു പ്രൈവറ്റ് കോളേജിൽ ജോലി കിട്ടി ലെക്ചറായിട്ട്. അതിനുശേഷം എനിക്ക് നല്ലൊരു സ്കൂളിൽ ജോലി കിട്ടി. പിന്നീട് ഒരു 15 വർഷക്കാലം ഞാനൊരു കേരളത്തിലൊരു നമ്പർ 1 സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണേണ്. പക്ഷേ പുതിയ NEP എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ, ഇപ്പം എൻ്റെ 16ാമത്തെ വർഷമാണ് അവിടെ. അപ്പോൾ കഴിഞ്ഞ വർഷം പുതിയ NEP പോളിസി വന്നപ്പോൾ BEd നിർബന്ധമാക്കി അവർ. CBSE സ്കൂളിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ BEd വേണ്ടാന്നാണ്. പക്ഷേ ഇപ്പോൾ അത് നിർബന്ധമാക്കി. അപ്പോൾ ഞാൻ എങ്ങനെ BEd ചെയ്യും? ഇത്രയും വർഷത്തെ എനിക്ക് സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പറ്റില്ല, റെഗുലറായിട്ട് ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റെഗുലറായിട്ട് എനിക്ക് എന്തായാലും ജോലി കളയാൻ വയ്യ, കാരണം ഹസ്ബൻഡിന് ഓൾറെഡി ജോലി പോയി, എൻ്റെയും കൂടി വരുമാനം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ വയ്യ. പക്ഷേ അന്ന് സിവിയർ കോവിഡിൻ്റെ സമയമാണ്, പുറത്തിറങ്ങാനും കൂടി വയ്യാത്ത. ഞാൻ എവിടെ പോയി ആരോട് ചോദിക്കും? അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോളെ നീ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു. ഇട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞുള്ളൂ. പക്ഷേ എനിക്കൊരു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ റെഗുലറായിട്ടാണ്, ഞാൻ എക്സാം അവിടെ പോയി എഴുതിയാൽ മതി, അങ്ങനെ എനിക്കൊരു അഡ്മിഷൻ തരപ്പെടുത്തി തന്നു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്.
ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എനിക്ക് അവിടെ പോയി എഴുതേണ്ടി വന്നില്ല, ഫുൾ ഓൺലൈനായിരുന്നു. ഞാൻ വീട്ടിലിരുന്നതിന് എനിക്ക് ഓൺലൈൻ എക്സാം എഴുതാൻ പറ്റി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഇതുപോലെ ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ ജോലിയില്ലാതെ വിഷമിക്കുന്ന, പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന മക്കളെ, അങ്ങനെ ഒരുപാട് പേര് അമ്മയുടെ സന്നിധാനത്തിൽ വരുന്നുണ്ട്. നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ. ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ വിശ്വാസപൂർവ്വം അമ്മയിലേക്ക് അർപ്പിക്കുക. എനിക്ക് വിശ്വാസമാണ്, പക്ഷേ എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥന ചൊല്ലും, അത്രേ ഉള്ളൂ, കടമ്പ കഴിക്കണ പോലെ ചൊല്ലും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ഇന്നെനിക്ക് പ്രാർത്ഥന എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. എന്നും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ശക്തിയാണ്. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ബൈബിള് വായിക്കാനും പ്രാർത്ഥന കൂടുതൽ കൊന്ത ചൊല്ലാനും ആരാധനയിൽ പങ്കെടുക്കാനും വചനം പറയാനും വായിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത്. അതേപോലെ എൻ്റെ മക്കളാണെങ്കിലും ശരി, വചനം എഴുതിയിട്ടിട്ടുണ്ട് അവരുടെ മുറിയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞാൻ പറയും, വായിച്ചോ, ജ്ഞാനത്തിൻ്റെ വായിച്ചോ, യെശയ്യാ 45:2-3, ഞാൻ നിനക്ക് മുൻപേ പോയി പിച്ചള വാതിൽ തറക്കി ഇരുമ്പോടകം ഒടിക്കുകയും ചെയ്യും. ഇതെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഭവം തന്നത്, ഇത്രയും നല്ലൊരു അനുഭവം തന്ന. ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അമ്മ മാതാവിന്. പക്ഷെ എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ എനിക്കിതെല്ലാം സാധിച്ചു തരും. എൻ്റെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെ സാധിച്ചു കിട്ടാനുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ എൻ്റെ കുടുംബത്തെയും മക്കളെയും ഇവിടെ വന്ന് പ്രാർത്ഥന അപേക്ഷിക്കുന്ന എല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ തീർച്ചയായിട്ടും